സൈനിക തലത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ച ഇന്ത്യയുടെ തുടർ നീക്കങ്ങളിൽ ഏറെ നിർണായകമാകും. എന്താണ് ഈ സംഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ലക്ഷ്യം? എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകും? ആരൊക്കെയാണ് ഈ സംഭാഷണത്തിൽ പങ്കെടുക്കുക? എല്ലാം വിശദമായി തന്നെ പരിശോധിക്കാം. ഏറ്റവും ആദ്യം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും DGMOമാരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. ഈ ഇന്ത്യയുടെ DGMO എന്നാൽ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തിയ വാർത്താ സമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ലഫ്റ്റനന്റ് ജനറൽ റാങ്കുള്ള കരസേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് DGMO. റിപ്പോർട്ട് അതായത് സംയുക്ത സൈനിക മേധാവിയോട് റിപ്പോർട്ട് ചെയ്യുന്ന അത്തരത്തിൽ സംയുക്ത സൈനിക മേധാവിക്ക് തൊട്ടു താഴെയുള്ള പദവി എന്നുള്ളതാണ്. ഇത് സൈനിക നീക്കങ്ങളിലടക്കം പ്രത്യേകിച്ചും സംഘർഷ സാഹചര്യങ്ങളിലൊക്കെ അതിർത്തിയിലെയും അതുപോലെ തന്നെ സംഘർഷ മേഖലയിലുമൊക്കെ സൈനിക നീക്കങ്ങൾ ഏറെ നിർണായക പങ്ക് വഹിക്കുന്ന, അത് നിയന്ത്രിക്കുന്ന, മേൽനോട്ടം വഹിക്കുന്ന ചുമതലയുള്ള പദവിയാണിത്. പ്രതിരോധ വിഭാഗങ്ങളെ ആകെ ഏകോപിപ്പിക്കുകയും ചെയ്യുക ഈ ഈ DGMO ആയിരിക്കും. ഇന്ത്യയുടെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായിയാണ്. പാകിസ്ഥാന്റെ DGMO മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ളയുമായി രാജീവ് ഘായി ആയിരിക്കും ആശയവിനിമയം നടത്തുക, സംഭാഷണം നടത്തുക. ഇത് ഹോട്ട്ലൈൻ വഴിയുള്ള, അതായത് ഫോൺ വഴിയുള്ള ഒരു സംഭാഷണമായിരിക്കും നടക്കുക. വെടിനിർത്തൽ ധാരണയിലെ രണ്ടാം ഘട്ട ചർച്ചയാണിത്. അതായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം രാജീവ് ഘായി തന്നെ വെളിപ്പെടുത്തിയിരുന്നു, അതായത് പാകിസ്ഥാനാണ് മുൻകൈയെടുത്ത് ഈ വെടിനിർത്തൽ എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷമുള്ള രണ്ടാം ഘട്ട ചർച്ചയാണ് ഇന്ന് നടക്കുക. പ്രധാനമായും ഈ ചർച്ചയിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭാഷണത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും ഉയരുക എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതിൽ അതിർത്തിയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വെടിനിർത്തൽ ധാരണയിൽ സംഭവിച്ച ലംഘനം, അത് തീർച്ചയായും ഇന്ത്യ ഈ ചർച്ചയിൽ, ഈ സംഭാഷണത്തിൽ ഉയർത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലും അത്തരം സൂചനകളാണ് ഈ സേനാ തലവന്മാരൊക്കെ തന്നത്. സുരക്ഷാ സാഹചര്യം വിലയിരുത്തും. അതുപോലെ തന്നെ തുടർ പ്രകോപനങ്ങളിൽ ഇന്ത്യ ഏത് രീതിയിൽ, അതായത് പാകിസ്ഥാന്റെ തുടർന്നുള്ള പ്രകോപനങ്ങളിൽ ഇന്ത്യ ഏത് രീതിയിലായിരിക്കും അതിനെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ അതിന് ഏത് രീതിയിലായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നുള്ള കാര്യം കൃത്യമായ നിലപാട് അറിയിക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സുരക്ഷാ കാര്യങ്ങളിലെല്ലാം തന്നെ ഏത് രീതിയിലായിരിക്കും നിലപാടെടുക്കുക എന്നുള്ളതാണ്. സംഘർഷത്തിൽ അയവ് വരുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം തീർച്ചയായും ചർച്ചയാകും. പോർമുഖത്തെ യുദ്ധ ടാങ്കുകൾ പിൻവലിക്കുന്നതടക്കം, അതായത് സേനാ വിന്യാസമുണ്ട് ഇരു വിഭാഗങ്ങളിലും, കൃത്യമായ സേനാ വിന്യാസം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ള നമ്മുടെ സജ്ജമാണ് എന്ന് കഴിഞ്ഞ ദിവസം നാവികസേനയും വ്യോമസേനയും ഒക്കെ അറിയിച്ചതാണ്. അത്തരം നമ്മുടെ ആയുധങ്ങളൊക്കെ ഏത് രീതിയിൽ വിന്യസിച്ചിട്ടുണ്ട്, അതെങ്ങനെ പിൻവലിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ സംഭാഷണം നടക്കും. അതിൽ പാകിസ്ഥാൻ എടുക്കുന്ന ഒരു നിലപാട് അനുസരിച്ചാകും ഇന്ത്യയുടെ തുടർ നീക്കങ്ങൾ ഇന്ത്യ തീരുമാനിക്കുക. വെടിനിർത്തൽ ധാരണ സ്ഥിരപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു ധാരണ മാത്രമാണ് ആയിരിക്കുന്നത്. ഇതൊരു കരാറിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്ഥിരപ്പെടുത്തേണ്ട ഒരു രീതിയിലേക്ക് പോകേണ്ടതുണ്ട്. ആ രീതി എങ്ങനെ തീരുമാനിക്കും എന്നുള്ളത് ഇന്ന് നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതിനൊക്കെ പുറമെ ഒരു സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് പാക് മന്ത്രി അവകാശപ്പെടുന്നത്. ഇതിനോട് ഇതുവരെ ഇന്ത്യ അത്തരത്തിലൊരു സൂചനയും നൽകിയിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതയും ഇന്ത്യ മുന്നോട്ട് വെക്കുന്നില്ല. കൃത്യമായ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്ത്യ ഇന്ന് ചർച്ച ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്.